കഴിഞ്ഞ ദിവസം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സൗദിയും അവരുടെ സഖ്യസേനകളും കൂടി യമനിൽ ഒരു വലിയ ആക്രമണം തന്നെ നടത്തി. അവരുടെ ഒരു പ്രധാനപ്പെട്ട തുറമുഖം ആക്രമിക്കുകയായിരുന്നു. ആ മുക്കല്ല എന്ന് പറയുന്ന തുറമുഖത്ത് വലിയ നാശനഷ്ടം തന്നെ ഈ വ്യോമാക്രമണത്തിൽ ഉണ്ടായി. അതായത് സൗദി സഖ്യസേന ആ യമനിലെ നൽകിയിരുന്ന അല്ലെങ്കിൽ യമൻ സർക്കാരിന് നൽകിയിരുന്ന വാഹനങ്ങളടക്കം വിമതർ എന്ന് പറയുന്ന വിഭാഗം, അതായത് STC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു വിമത വിഘടന ഗ്രൂപ്പ്, അത് തകർക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് മാത്രമല്ല ഈ മുക്കല്ല എന്ന് പറയുന്ന തുറമുഖത്ത് പെർമിഷൻ ഇല്ലാതെ, സഖ്യസേനകളുടെ പെർമിഷൻ ഇല്ലാതെ 2 കപ്പലുകൾ അടുക്കുകയും ആ കപ്പലുകൾ വഴി വലിയ രീതിയിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ UAE പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ് STC. അതുകൊണ്ട് തന്നെ UAE ഉള്ള പൗരന്മാരെല്ലാം യമൻ വിടണമെന്ന് യമൻ ഭരണകൂടം പറഞ്ഞിരിക്കുന്നു. യമനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്തെന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നു. നമുക്കറിയാം, ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു സൂചനയാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ വീണ്ടും ഈ സൗദി അറേബ്യ യമനിലുള്ള ഹൂത്തി വിമതർ അടക്കമുള്ളവരുടെ താവളങ്ങൾ വ്യോമാക്രമണം നടത്തുകയാണ്. ഇനിയും ആക്രമണം നടത്തും. അതിന്റെ പശ്ചാത്തലത്തിലാണ് യമൻ ഇപ്പോൾ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 72 മണിക്കൂറാണ് അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.